നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ്റെ മൂന്നാം മന്ത്രിസഭയിൽ അങ്ങനെയൊന്നു ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മരുമകൻ മുഹമ്മദ് റിയാസ് ഉണ്ടാകുമോ? ഈ ചോദ്യം ഇപ്പോൾ ചില CPM കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. നിലമ്പൂരിൽ എങ്ങാൻ സ്വരാജ് ജയിച്ചുപോയാൽ പിന്നെ മൂന്നാം മന്ത്രിസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ പിണറായി വിജയൻ ആരംഭിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. മൂന്നാം മന്ത്രിസഭ, പിണറായിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭ ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ ആരും ചോദിക്കരുത്. കാരണം CPMലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥാവിശേഷം അനുസരിച്ച് മൂന്നാം മന്ത്രിസഭ ഉണ്ടാകും എന്നുള്ള തോന്നലിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസ് ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ഉയർന്നു വരുന്നത്. പൊതുവെ ഒരു മന്ത്രിസഭയിൽ അംഗമായ ആളുകളെ അടുത്ത മന്ത്രിസഭയിൽ, പ്രത്യേകിച്ച് തുടരെ ഉണ്ടാകുന്ന മന്ത്രിസഭയിൽ അംഗമാക്കാറില്ല. 2016 പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരും തന്നെ 2021 അദ്ദേഹത്തിൻ്റെ രണ്ടാം മന്ത്രിസഭയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് വരുന്ന മൂന്നാം മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് CPMൽ ഏറെയും. ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച ഒരു ചുമതല പാർട്ടി തലത്തിൽ മുഹമ്മദ് റിയാസിന് പിണറായി വിജയൻ നൽകുമെന്നും പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനും പാർട്ടിക്കുള്ളിൽ സുസമ്മതനായി തീരാനുമുള്ള അതുവഴി തുറന്നു കൊടുക്കുകയാണെന്നുമാണ് ചില CPM നേതാക്കൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കുമെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ അടുത്തയാളാണ്. ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് മന്ത്രിയായില്ലെങ്കിൽ അടുത്ത തവണ ജില്ലാ സെക്രട്ടറി ആയേക്കുമെന്നുള്ള സൂചനയും ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും CPMൻ്റെ കേന്ദ്ര നേതൃത്വത്തിലേക്കും മുഹമ്മദ് റിയാസ് ഉയരുമെന്ന സൂചനയും ചിലർ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് ശേഷം മൂന്നാമത് വരുന്ന മന്ത്രിസഭ, അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മുഹമ്മദ് റിയാസ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ CPMലെ ചില ഉന്നത നേതാക്കൾ നൽകുന്നത്. അതിനു പകരം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റേതെങ്കിലും കാനത്തിൽ ജമീലെ പോലുള്ള വനിതാ നേതാക്കളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെന്നും മുഹമ്മദ് റിയാസിന് പാർട്ടി തലത്തിൽ മികച്ച ചുമതലകൾ നൽകി അദ്ദേഹത്തെ പാർട്ടിയിൽ ഒരു സുസമ്മതനാക്കി മാറ്റിയെടുക്കുകയാണ് പിണറായി വിജയൻ്റെ തന്ത്രമെന്നുമാണ് ചില CPM നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഇദ്ദേഹം അംഗമായതുകൊണ്ട് മൂന്നാം പിണറായി മന്ത്രിസഭയിൽ അത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ഭാവിയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം. അതുകൊണ്ട് മൂന്നാം പിണറായി മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങൾ നമ്മളോട് പറയുന്നത്. അതിന് പകരം അദ്ദേഹത്തിന് കുറച്ചുകൂടി മികച്ച ചുമതലകൾ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള കുറച്ചുകൂടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ചില ചുമതലകൾ നൽകാനാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഭരണപരിചയമായി ഇനി പാർട്ടി തലത്തിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് പരിചയമാകുമ്പോൾ, അങ്ങനെ ഒരു അനുഭവ സമ്പത്തുണ്ടാകുമ്പോൾ മുഹമ്മദ് റിയാസിനെ നാളെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരു നേതാവായി തീരുമെന്നാണ് പിണറായി വിജയൻ അടക്കമുള്ള അല്ലെങ്കിൽ പിണറായിക്ക് ചുറ്റുമുള്ളവരുടെ വിശ്വാസം. അതുകൊണ്ട് മൂന്നാം പിണറായി മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസ് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ നമ്മളോട് പറയുന്നത്.